സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് ബത്തേരിയിലെ വീട്ടിൽ വെച്ച് തന്നെയെന്ന് പ്രതികൾ മൊഴി നൽകി. പ്രതികളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ദാരുണമായ ക്രൂരമായ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 24 ആണ് ഈ വാർത്ത പുറം ലോകത്ത് ആദ്യം എത്തിക്കുന്നത്. ഇതിലേറ്റവും നിർണായകമായത് ഈ കൊലയ്ക്ക് ആസൂത്രണം ചെയ്യുന്നതിൽ 2 സ്ത്രീകളുടെ പങ്കാളിത്തം. അതിൽ ഏറ്റവും നിർണായകം ഈ നൌഷാദ് ഇപ്പോൾ സൗദിയിലാണ്. അയാളുടെ വിസ കാലാവധി ജൂലൈ മാസം 20-ന് തീരും. അയാൾക്കെതിരെ ഇപ്പോൾ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എയർപോർട്ടിൽ അലേർട്ട് ചെയ്ത് കഴിഞ്ഞു. എംബസി തലത്തിൽ അയാളെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. മറ്റൊന്ന്, ഇതിനകം പിടിയിലായ 2 പേർ, അറസ്റ്റ് റെക്കോർഡ് ചെയ്ത 2 പേർ ജ്യോതിഷും അജേഷുമാണ്. ഇവർ പറയുന്ന മൊഴികളിലാണ് പരസ്പരമായ വൈരുദ്ധ്യമുള്ളത്. 20-ാം തീയതി തട്ടിക്കൊണ്ടുപോയി 22-ാം തീയതിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ ഈ കൊലപ്പെടുത്തിയത് നൌഷാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള നീക്കമാണ് ഇവർ 2 പേരും ചെയ്യുന്നത്. അതായത് കൊല നടത്തിയതിന് ശേഷം ഇവരോട് ബോഡി ഒളിപ്പിക്കാൻ ഏൽപ്പിച്ചതാണ്. പക്ഷേ എന്നാൽ തട്ടിക്കൊണ്ടുപോകുന്നത് മുതൽ, അതായത് മുണ്ടിക്കത്താഴത്ത് നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത് മുതൽ നൌഷാദും ജ്യോതിഷും അജീഷും ഒരുമിച്ചുണ്ടായിരുന്നു എസ് കെ എൻ. ഏതായാലും നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഗുണ്ടൽപേട്ട് സ്വദേശിനിയും കണ്ണൂർ സ്വദേശിനിയും ഈ കേസിൽ നടത്തിയ ഇടപെടലാണ്. നൌഷാദിനെ എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എംബസി തല ഇടപെടലാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യം വെക്കുന്നത്. DCP അരുൺ കെ പവിത്രൻ ഇന്ന് തിരുവനന്തപുരത്താണ്. ഇന്ന് DGPയുടെ പരേഡാണ്, ലീവിംഗ് പരേഡാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് തന്നെ പോലീസ് തലപ്പത്ത് ഈ കേസിൻ്റെ ഒരു റിവ്യൂ നടക്കും. തലസ്ഥാനത്ത് തന്നെ ഈ ബത്തേരി കേസിൻ്റെ, ഈ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക കേസിൻ്റെ ഒരു റിവ്യൂ നടക്കുമെന്ന സൂചനയാണ്. അതായത് ലോ ആൻഡ് ഓർഡർ ADGP വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവരുമായുള്ള ഒരു അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എസ് കെ എൻ. ദീപക് തർമ്മണം.